ഉദ്ദേശിക്കുന്നത് ഒരാൾ ഇസ്ലാമിലേക്ക് വരിക അല്ലെങ്കിൽ മുസ്ലിം ആകുക എന്ന് പറയുമ്പോൾ വെറും ഒരു കലിമ ചൊല്ലി വിശ്വസിച്ച് ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. കലിമത്തു ഷഹാദ ഉച്ചരിക്കലും അത് വിശ്വസിക്കലും വേണം, അത് സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പറയലും വിശ്വസിക്കലും കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഇസ്ലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൗഹീദ് എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തൗഹീദിൻ്റെ കലിമ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വാചകം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൻ്റെ താല്പര്യം വെറും ഒരു വിശ്വസിക്കുക അല്ലെങ്കിൽ നാവുകൊണ്ട് പറയുക എന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെ മുന്നേ തന്നെ മക്കയിലും പരിസരങ്ങളിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അറിയുന്നവരും അത് വിശ്വസിച്ചിരുന്നവരും ഉണ്ടായിരുന്നു. വറഖത്ത് ഇബ്നു നൗഫലിനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ചില അറബി സാഹിത്യകാരന്മാരൊക്കെ തൗഹീദിൽ താല്പര്യമുള്ളവരായിരുന്നു, ബഹുദൈവ ആരാധനയോട് വെറുപ്പുള്ളവരായിരുന്നു. അവരുടെ ചില കവിതകളിൽ പോലും അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ മക്കയിൽ ഉണ്ടായിരുന്നോ? ആരെങ്കിലും യുദ്ധത്തിന് വന്നോ? ആരെങ്കിലും ഇവരെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഇറക്കി വിട്ടോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വന്ന് ഇതേ സംഗതി വിളംബരപ്പെടുത്തിയപ്പോൾ പ്രശ്നമായല്ലോ അല്ലേ? അടിയും പൊടിയായി, കൊലപാതകമായി, യുദ്ധമായി, നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കലായി. അപ്പോൾ എന്താ രണ്ടിൻ്റെയും വ്യത്യാസം? ഒരു വിഭാഗം ഇത് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല, വേറെ ഒരു വിഭാഗം ഇത് വന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായി. വമ്പിച്ച പ്രശ്നം, ലോകമാസകലം പ്രശ്നം. അതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഒന്നാമത്തെ വിഭാഗം ആളുകൾ അത് പറഞ്ഞപ്പോൾ അവരുടെ അടുക്കൽ ഒരു പ്രത്യേക പദ്ധതിയും കാര്യമൊന്നുമില്ലായിരുന്നു. അതിങ്ങനെ ഒരു ആശയം, നല്ല ആശയം എന്നൊക്കെ അവർ പറഞ്ഞു. അല്ലാതെ ഇവരിത് ഈ പറയലോടുകൂടി ഇനി ലോകത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി പൊട്ടിപ്പുറപ്പെട്ടവരാണ്. ഇനി കുറേ കർമ്മപദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ അനിവാര്യ താല്പര്യങ്ങളായിട്ട് വരുന്ന കുറേ പദ്ധതികളുണ്ട് നമുക്ക് നടപ്പാക്കാൻ. ആ പദ്ധതികൾ ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് നടപ്പാകുമ്പോൾ നാട്ടുകാരുടെ ദുനിയാവ് തകർന്നു പോകും. അവർക്ക് പലിശക്ക് പണം വാങ്ങാൻ പറ്റില്ല, കള്ള് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റില്ല, വ്യഭിചാരം പറ്റില്ല, മറ്റുള്ള തോന്നിവാസങ്ങൾ പറ്റില്ല. ഇങ്ങനെയുള്ള അവരുടെ ദുനിയാവ് എന്ന് പറയുന്ന അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, ഷഹ്വാത്ത്, അഹ്വ, ഇതൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ പദ്ധതികൾ ഇങ്ങനെ വികസിക്കും. വറഖത്ത് ഇബ്നു നൗഫലിനെ പോലെയുള്ള ആളുകളെടുക്കൽ അങ്ങനെ പദ്ധതിയൊന്നുമില്ല. തിരിഞ്ഞോ? അവർ വെറും കലിമ ചൊല്ലി, നമ്മളെ ഭാഷ പറയുകയാണെങ്കിൽ കലിമ ചൊല്ലി സ്വന്തം ജീവിതത്തിൽ അത് പ്രയോഗിച്ചു എന്നതിലപ്പുറം സമൂഹത്തിന് അതുകൊണ്ടൊരു ഭീഷണി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറുത്തുനിൽപ്പോ, ഒരു പ്രതിരോധമോ ഒരു ആക്രമണമോ ഉണ്ടായില്ല അല്ലേ? എന്നാൽ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രവാചകൻ പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ മാന എതിരാളികൾക്ക് മനസ്സിലായി. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ വിശാലമാണ്. അള്ളാഹു മാത്രമേ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനുള്ളൂ. നമ്മൾ ആരാധന എന്നാണ് സാധാരണ അർത്ഥം വെക്കൽ അല്ലേ? ആ ആരാധന എന്ന മലയാള അർത്ഥം വലിയ ഭവിഷ്യത്തുകൾ വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം മലയാളത്തിൽ ഇതിന് അർത്ഥം പറയാതെ, ആരാധന എന്ന് പറയാതെ ഇബാദത്ത് എന്നതിലേക്ക് പോകുന്നത്. ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളംബരപ്പെടുത്തിയപ്പോൾ എതിരാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഇബാദത്തിൻ്റെ അർത്ഥം. ഈ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ പണിയില്ലല്ലോ, ഇബാദത്ത്. എന്താണ് ഈ മുഹമ്മദ് നബി ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എതിരാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ലോകം സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്, ആപൽ ഘട്ടങ്ങളിൽ സഹായം ചോദിക്കപ്പെടേണ്ടവൻ അള്ളാഹുവാണ്. ഇതൊക്കെ അതിൻ്റെ അർത്ഥമാണ്. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരർത്ഥമാണ്
നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന് ആണ്. നിയമം കൽപ്പിക്കാനുള്ള അധികാരവും അള്ളാഹുവിന് മാത്രം ആണ്. വിധി കർത്തൃത്വം അള്ളാഹുവിന് മാത്രം ആണ്. അത് വിധി കർത്തൃത്വം അല്ലെങ്കിൽ നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ ഈ പ്രാപഞ്ചിക നിയമങ്ങൾ മാത്രമല്ല. സൂര്യൻ എവിടെ നിന്ന് ഉദിക്കണം, എവിടെ അസ്തമിക്കണം, തീ പിടിച്ചാൽ കരിയുമോ, ഇങ്ങനെയുള്ള സയൻറ്റിഫിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള നിയമങ്ങൾ മാത്രം നിർമ്മിക്കലല്ല. അതേതായാലും അള്ളാഹുവിനാണ്, സംശയമൊന്നുമില്ല. അത് മാത്രമല്ല, മറിച്ച് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്ന യന്ത്രത്തെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന നിയമവും കൂടി അടിമുടി പറയാനുള്ള അധികാരവും ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതാണ് ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല അമറ അല്ല താബുദൂ. ഉണ്ടോ? ഒറ്റ ഘടനയിൽ വന്നതാണ്. ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല അമർ അല്ല തഅബുദു. അപ്പോൾ തഅബുദൂഹുവിൻ്റെ പരിധിയിൽ വരുന്നതാണ് അൽ ഹുക്കുമുലില്ല. തിരിയുണ്ടോ? മറ്റൊരായത്തിൽ കാണാം ഫലാ വറബ്ബിക ലാ യുമിനൂന, ഫലാ വറബ്ബിക ലാ യുമിനൂൻ കഴിഞ്ഞിട്ട് എന്താ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഹത്താ യുഹക്കിമൂക ഡോറം നടക്കും. ഉണ്ടോ? ഹത്താ യുഹക്കിമൂക്ക്, നിങ്ങളെ വിധികർത്താവാക്കുന്നത് വരെ അവർ വിശ്വാസികളാവുന്നേ ഇല്ല. ഉണ്ടോ? നിങ്ങളെ വിധികർത്താവാക്കുമ്പോഴേ അവർ വിശ്വാസികൾ തന്നെ ആവുന്നുള്ളൂ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അവർ ഉൾക്കൊണ്ടവരാവണമെങ്കിൽ കേവലം സൃഷ്ടാവ് അള്ളാഹുവാണെന്നുള്ള വിശ്വാസം മാത്രം പോരാ, നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണെന്നുള്ള വിശ്വാസം മാത്രം പോരാ. പിന്നെ എന്തും കൂടെ വേണം? നിയമം കൽപ്പിക്കുവാൻ, വിധിവിലക്കുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരവും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കണം. അതാണ് ഹത്താ യുഹക്കിമൂക എന്ന് പറഞ്ഞത്. നിങ്ങളെ വിധികർത്താവാക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധികർത്താവാക്കുക എന്ന് പറയുന്നത് യഥാർത്ഥ വിധികർത്താവ് മുഹമ്മദ് നബി എന്ന ആൾക്കല്ല. യഥാർത്ഥ വിധികർത്താവ് അള്ളാഹുവാണ്. പിന്നെ മുഹമ്മദ് നബിയെ വിധികർത്താവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുമ്പിൽ മുഹമ്മദ് നബിയാണ് ഉള്ളത്, അല്ലേ? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ നേരിട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് നമുക്ക് എത്തിച്ചു തരുന്നത്, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്നത് അള്ളാഹുവിനെ അല്ല, ജിബ്രീൽ അലൈഹിസ്സലാമിനെയും അല്ല. നമ്മുടെ മാതൃക മുഹമ്മദ് നബിയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് അയച്ചു എന്ന് പറയുന്നത്, അല്ലേ? വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്ന അലൈഹി മാ യൽബിസൂൻ. സൂറത്തുൽ അനാമിൽ പറഞ്ഞല്ലോ, വഖാലു ലൗലാ ഉൻസില അലൈഹി മലക്. അവർ ചോദിച്ചു, ഒരു മലക്കിനെ അയച്ചുകൂടായിരുന്നോ? അങ്ങാടി പോകുന്ന, കല്യാണം കഴിക്കുന്ന, മരിച്ചു പോകുന്ന, രോഗിയാകുന്ന നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനാണോ പ്രവാചകനാക്കി അയക്കുന്നത്? ഒരു മലക്കിനെ അയച്ചുകൂടായിരുന്നോ? വഖാലു ലൗലാ ഉൻസില അലൈഹി മലക്കുൻ വലൗ അൻസൽന മലക്കൻ ലഖുദിയൽ അംറു സുമ്മ ലാ യുൻദറൂൻ എന്ന് അൽ അനാമിൽ പറഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്ത് പറഞ്ഞു വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ. ഞാൻ ഇനി ഒരു മലക്കിനെ അയച്ചു തന്നെ വെക്കുക. ഇവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരു മലക്കിനെ പിടിച്ച് നബിയാക്കി അയച്ചു തന്നെ വെക്കുക. എന്നാൽ പോലും ആ മലക്കിനെ ഞാൻ എങ്ങനെ ആയിരിക്കും അയക്കുക? ഒരു പുരുഷൻ്റെ വേഷത്തിലായിരിക്കും അയക്കുക. ലോ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്ന അലൈഹിം മാ യൽബിസൂൻ. സൂറത്തുൽ അനാമിൻ്റെ 10ാമത്തെ സൂക്തം. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? സംഗതി വിധിയും വിലക്കും വരുന്നത് അള്ളാഹുവിൽ നിന്നാണെങ്കിലും അത് നമുക്ക് കാണാൻ കഴിയില്ല. പഠിപ്പിക്കുന്നത് അള്ളാഹു ആണെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. ഫോളോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മുമ്പിൽ ഒരു നായകൻ വേണം, കാണാൻ പറ്റുന്ന. അദ്ദേഹം കച്ചവടം ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിയും, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും, ഉറങ്ങുന്നത് കാണാൻ കഴിയും, വൈവാഹിക ജീവിതം കാണാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ ദേഷ്യവും സ്നേഹവും വെറുപ്പും കാണാൻ കഴിയും, അല്ലേ? അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു മനുഷ്യനായിട്ട് പ്രവാചകൻ അയക്കുന്നതിൻ്റെ ലോജിക്ക് തിരിഞ്ഞില്ലേ? ബാത്റൂം പോണ കാണാൻ കഴിയും, ഒക്കെ കാണാൻ കഴിയും. മലക്കുകൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. മലക്കുകൾ ഭക്ഷണം കഴിക്കൂല, ബാത്റൂം പോകില്ല, കല്യാണം കഴിക്കൂല, അങ്ങാടി പോകില്ല. പിന്നെ എങ്ങനെ അവരെ പിൻപറ്റുക? അപ്പം അതുകൊണ്ട് ആ ഒരു ആശയം പരിഗണിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബിയെ എന്താക്കണം? വിധികർത്താവാക്കണം എന്ന് പറയും. അല്ലാതെ യഥാർത്ഥത്തിലുള്ള വിധികർത്താവ് ആര് തന്നെയാണ്? അള്ളാഹു തന്നെയാണ്. അപ്പോൾ ഈ വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കണം എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കഴമ്പായിട്ടുള്ള ഭാഗമാണ്. അത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലുള്ള വിധികർത്തൃത്വവും അതിൽപ്പെട്ടു, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയത്തിലും അത് പെട്ടു. തിരിയുണ്ടോ?
പ്രാപഞ്ചിക വിഷയങ്ങളുടേത് അതിൽ പെട്ടു എന്നുള്ളത് ആർക്കും അറിയാം, അതിലാരും തർക്കിക്കൂല. അപ്പോൾ സൂര്യനെ ഈ പടിഞ്ഞാറുനിന്ന് കിഴക്കുന്ന് കൊണ്ടുവന്ന് പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്ത വേറൊരാളാണെന്ന് ആരെങ്കിലും പറയോ? വെളിവുള്ള ആരും പറയില്ല. അപ്പോൾ ഈ പിന്നെ എന്താ പറയുക, പിന്നെ വിധികർത്തൃത്വം എന്ന് പറയുമ്പോൾ പ്രാപഞ്ചിക വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒരിക്കലും എന്തല്ല, ആവശ്യമുള്ള സംഗതിയല്ല, അത് വസ്തുതയും അല്ല. അത് അള്ളാഹുവിൻ്റെ മാത്രം അധികാരം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത്. പിന്നെ ഈ വിധികർത്തൃത്വം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? മനുഷ്യ ജീവിതത്തിലുള്ള നിയമങ്ങളിലുള്ള വിധികർത്തൃത്വമാണ്. അപ്പോൾ അത് മാത്രം അംഗീകരിക്കാതെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് വിധികർത്തൃത്വം കൊണ്ട് ഉദ്ദേശം പ്രാപഞ്ചിക വസ്തുതകളിലെ വിധികർത്തൃത്വമാണ് എന്ന വ്യാഖ്യാനങ്ങൾ വരെ മുസ്ലിംകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, ചില കക്ഷികളുടെ ഭാഗത്തുനിന്ന്. ഞാൻ ആ കക്ഷികളുടെ ഒന്നും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സൂര്യനെക്കുറിച്ചാണ്, ചന്ദ്രനെക്കുറിച്ചാണ്. അബൂജഹലിന് പോലും തർക്കമില്ലാത്ത വിഷയം. നമ്മളെ ചില സമസ്തക്കാർ പറയും പോലെ, സമസ്തക്കാർ പറയാറുണ്ടല്ലോ എന്ത്, പിന്നെ റബ്ബാണ് എന്ന വിശ്വാസത്തോടു കൂടി വിളിക്കുമ്പോഴേ ശിർക്കാവുള്ളൂ. റബ്ബാണെന്നുള്ള വിശ്വാസം എങ്ങനെ ഉണ്ടാവുക? മൊയ്തീൻ ഷേഖ് ലാത്ത റബ്ബാണെന്ന്, ലാത്തയും ഉസയും റബ്ബാണ് എന്ന് അബൂജഹൽ പോലും വിശ്വസിച്ചിട്ടില്ല. മറിച്ച് റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് അവർ പോലും തുറന്നു പറഞ്ഞതാണ്. അപ്പോൾ ആ വിഷയത്തിൽ പറയുന്നത് ഒരാവശ്യമില്ലാത്ത സംഗതിയാണ്. മറിച്ച് പറയേണ്ടത് മനുഷ്യ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും നിയമം നിർമ്മിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ് എന്ന് വിശ്വസിക്കണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരിധിയിൽ വരുന്നതാണ്. ഈ അധികാരം മറ്റൊരാൾക്ക് കൽപ്പിച്ചു കൊടുത്താൽ അത് ശിർക്കായി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റ് ആളുകൾക്ക് നിയമമുണ്ടാക്കാം, അവരുണ്ടാക്കിയ നിയമങ്ങളെ നമുക്ക് അനുസരിക്കാം എന്ന് വന്നാൽ അത് ഈ തൗഹീദിൽ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഭംഗം വരുത്തലായി, അതിൽ മാറ്റം വരുത്തലായി, അപ്പോൾ ശിർക്കായി. അപ്പം ഞാൻ പറയുന്നത്, കേവലം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കൊണ്ട് ഇവിടെ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നില്ല, ആരുടെയും താല്പര്യങ്ങൾക്ക് വെല്ലുവിളി വരുന്നില്ല, ആരുടെയും സാമ്രാജ്യങ്ങൾ തകർന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്തുനിന്നും എതിർപ്പും വരില്ല. ഏറിപ്പോയത് ഓനൊരു അഭിപ്രായം പറയുന്നു, എനിക്ക് വേറൊരു അഭിപ്രായമാണ്, ഓൻ പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്, ഞാൻ ബഹുദൈവ വിശ്വാസിയാണ്. മാക്സിമം അത്രേ വരുള്ളൂ. ഇനി ഒന്നും കൂടി പരിധി വിട്ടാൽ ചിലപ്പോൾ പരിഹസിക്കൽ വരും, പരിഹസിക്കും. അതിലപ്പുറം ഒരു ആയുധപ്രയോഗമോ ബലപ്രയോഗമോ നാട് കടത്തലോ ഒന്നും വരുന്നില്ല. ഇതൊക്കെ വരുന്നത് എപ്പോഴാണ്? ആയുധപ്രയോഗം വരലെപ്പോഴാണ്? നാട്ടിൽ നിന്ന് അടിച്ചോടിക്കൽ എപ്പോഴാണ്? നിയമം നിർമ്മിക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ, അള്ളാഹുവിൻ്റെ നിയമത്തിന് മാത്രമേ വഴിപ്പെടാവൂ. പ്രവാചകൻ്റെ എല്ലാ സുന്നത്തുകളെയും പിൻപറ്റാനുള്ളതാണ്, വെറും മുഹമ്മദ് റസൂൽ എന്ന് പറയാനുള്ളതല്ല. പ്രവാചകൻ എന്തൊക്കെയാണോ കാണിച്ചു തന്നത് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് എന്നിടത്തേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? എതിരാളികൾ ഇളകി പുറപ്പെടുക. അത് ശരി, മുഹമ്മദ് നബി ചെയ്യുമ്പോൾ തന്നെ ചെയ്യണോ? അപ്പോൾ പിന്നെ നമുക്ക് കള്ള് കച്ചവടം പറ്റൂല, വ്യഭിചാരം പറ്റൂല, പലിശ വാങ്ങാൻ പറ്റൂല, അല്ലേ? ദുർബലരായ ആളുകളെ ആക്രമിച്ച് പീഡിപ്പിക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത് പോലെയുള്ള ഈ ഭരണം ഒന്നും പറ്റൂല. അപ്പം അത് അവരുടെ സ്വപ്നങ്ങൾ തകരും. അപ്പം അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കപ്പെടാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ട ആളാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. സൂറത്തുൻ നിസായിൽ പറഞ്ഞതായി കാണാം, അതിൻ്റെ 64-ാമത്തെ സൂക്തമായിരുന്നു. എന്താണ് അല്ലാഹു തആല പറയുന്നത്? വമാ അർസൽനാ മിർ റസൂലിൻ, ഞാൻ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല, ഇല്ലാ ലിയുതാഅ, അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ പ്രവാചകനെ അയച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ വേണ്ടിയോ അത് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയോ മാത്രം അല്ല. അത് വേണം, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയണം, അത് വിശ്വസിക്കുകയും വേണം. പക്ഷേ അള്ളാഹ് പറയുന്നത് നോക്കി നിങ്ങൾ, ഞാൻ പ്രവാചകനെ അയച്ചത് എന്തിനു വേണ്ടിയല്ലാതെയല്ല, ഇല്ലാ ലിയുതാഅ, അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെയല്ല. അപ്പോൾ പ്രവാചകനെ അയച്ചതിൽ ഒരേ ഒരു ലക്ഷ്യമാണ് അള്ളാഹു പറയുന്നത്. എന്താണ് ലക്ഷ്യം? ഇല്ലാ ലിയുതാഅ. പ്രവാചകൻ എന്താ പറഞ്ഞത് അത് മുഴുവൻ നിങ്ങൾ അനുസരിച്ചു കൊള്ളണം. അതിനുവേണ്ടി മാത്രമാണ് പ്രവാചകൻ അയച്ചത്. ഹസറാണ് അറബി ഭാഷയിൽ, നിങ്ങൾക്കറിയാം, മാ വ ഇല്ല, മാ അന ഇല്ല ബഷർ എന്നൊക്കെയുള്ള പ്രയോഗമല്ലേ. അപ്പം ഞാൻ ഇതല്ലാതെ അല്ല. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്.
ഉണ്ടോ അവിടെ ഇതിനില്ല എന്ന് കണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അനുസരിക്കുന്നത്. അല്ലാതെ ഒരു മുഹമ്മദ് ഇബ്നു അബ്ദുള്ള ആണ് എന്ന നിലക്കല്ല അനുസരിക്കുന്നത്. പിന്നെ അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞതുകൊണ്ട് ആണ് അനുസരിക്കുന്നത്. ആത്യന്തികമായ അനുസരണ അള്ളാഹുവിനുള്ളതാണ്. എല്ലാ ഉപാധികളിൽ നിന്നും മോചിതമായ നിരുപാധികം അനുസരണം അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ മുഹമ്മദ് നബിക്കുള്ള അനുസരണയോ അത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നുള്ള നിലക്കുള്ള അനുസരണയാണ്. ആ ഉപാധി അവിടെ ഉണ്ട്. എന്നാൽ മുഹമ്മദ് നബി അല്ലാത്തവരെയും ചിലപ്പോൾ നമ്മൾ അനുസരിക്കും, അല്ലേ? മാതാപിതാക്കൾ അനുസരിക്കും, ഭാര്യമാരെ അനുസരിക്കും, അതുപോലെ ഗുരുനാഥന്മാരനുസരിക്കും, മുതിർന്ന ആളുകൾ അനുസരിക്കും, അല്ലേ? ഈ അനുസരണയിൽ രണ്ട് ഉപാധിയുണ്ട്, ഒരു ഉപാധിയല്ല. പ്രവാചകനെ അനുസരിക്കുന്നിടത്ത് ഒരു ഉപാധിയാണ് ഉള്ളത്. ആ ഉപാധി എന്താണ്? അത് പ്രവാചകനായതുകൊണ്ട്. മറ്റുള്ള അനുസരണകളിൽ രണ്ട് ഉപാധിയുണ്ട്. അതേതാ? ഒന്ന് മാതാപിതാക്കളായതുകൊണ്ട്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾ അനുസരിക്കണം, ഒരു ഉപാധിയാണ്, അല്ലേ? അല്ലെങ്കിൽ മുതിർന്നവരായതുകൊണ്ട്, ഭർത്താവ് ആയതുകൊണ്ട് കഴിഞ്ഞില്ല. രണ്ടാമത്തെ ഒരു ഉപാധിയും കൂടെ ഉണ്ട്. അതെന്താ? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് എതിരാവാത്ത കൽപ്പനകളിലെ അവർക്ക് അനുസരിക്കാൻ പറ്റും. തിരിഞ്ഞോ? ഇപ്പോൾ ഭർത്താവ് ഒരു ഹറാമായ കാര്യം പറഞ്ഞു, ഭാര്യയ്ക്ക് അനുസരിക്കാൻ പാടില്ല. മാതാപിതാക്കൾ തെറ്റായ ഒരു സംഗതി പറഞ്ഞു, മക്കൾ അവർക്ക് അനുസരിക്കാൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ ഉപാധിയാണ് ഏത്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരായി പറയാൻ പാടില്ല. ഈ ഉപാധി എവിടെയില്ല? പ്രവാചകനിൽ ഇല്ല. എന്തുകൊണ്ട്? പ്രവാചകൻ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് കൽപ്പിക്കൂല എന്ന് തന്നെ. പ്രവാചകനല്ലേ, മാസൂമായിരിക്കും, അല്ലേ? അപ്പോൾ പിന്നെ അവിടെ രണ്ടാമത്തെ ഉപാധിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ പലരും പറയാറുണ്ട് നിരുപാധികം അനുസരണം പ്രവാചകന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പറഞ്ഞതിൻ്റെ അർത്ഥം, നിരുപാധികം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മാതാപിതാക്കളിലും ഗുരുനാഥന്മാരിലും ഒക്കെ ഉള്ള ഉപാധി എവിടെയില്ല? പ്രവാചകനിൽ ഇല്ല എന്നാണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ എല്ലാ അർത്ഥത്തിലും നിരുപാധികം എന്നല്ല. ഒരു ഉപാധി അവിടെയും ഉണ്ട്. എന്താണ് ആ ഉപാധി? അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടെയാണ്. അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലായിരുന്നുവെങ്കിൽ ആ അനുസരണയും ഉണ്ടാകില്ല. അതാണ് ഇല്ലാലി യുതാ ബിഇദ്നില്ല എന്ന് പറഞ്ഞത്. തിരിഞ്ഞോ? അപ്പോൾ ഈ അനുസരണയാണ് തൗഹീദിൻ്റെ വളരെ പ്രധാനപ്പെട്ട മർമ്മമായിട്ട് നിൽക്കുന്ന ഭാഗം. അത് മനസ്സിലായിടം മുതലാണ് ഇസ്ലാമിന് എതിരാളികൾ ഉണ്ടാകുന്നതും ആ എതിരാളികൾ ഇസ്ലാമിനെതിരിൽ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതും. ഇങ്ങനെ ഒരു അനുസരണം തൗഹീദിൻ്റെ ഭാഗമായിരുന്നില്ല എങ്കിൽ എതിരാളികൾ വരില്ല. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ആയിക്കോട്ടെ അത് പറഞ്ഞോടെ, എന്താ ഇവിടെ കുഴപ്പം? ഇവിടെ പലരും പലതും പറയുന്നില്ലേ എന്ന നിലക്ക് അവർ നെവർ മൈൻഡ് ചെയ്യും. ഒന്ന്. രണ്ടാമത്തേത് പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന് പറയുമ്പോൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യത്തിൽപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത് അത് ആരാധനാപരമായ കാര്യങ്ങളിൽ ഒക്കെയാണ്, പൂജാ സംബന്ധിയായ, ഇപ്പം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ സംഗതികളിലൊക്കെ അള്ളാഹു പറഞ്ഞതെന്നെ അനുസരിക്കാൻ പറ്റുള്ളൂ. അത് കുറച്ച് കടുപ്പത്തിൽ തന്നെ പറയും, അല്ലേ? അപ്പോൾ കുനൂത്ത് ഓതുന്ന വിഷയത്തിലൊക്കെ കണ്ടു വന്നിട്ടാണ് പറയും, കുനൂത്ത് ഓതിയ കഴിഞ്ഞു കഥ, കുനൂത്ത് ഓതുന്ന പള്ളിയിൽ ഞാൻ നിസ്കരിക്കൂല പറയാറുണ്ട്, ഇല്ലേ? കാരണം അത് ആരാധനയാണ്. ആരാധന അള്ളാഹു തന്നെ പഠിപ്പിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ കാണിച്ചു തരണം. അള്ളാഹുവിൻ്റെ റസൂൽ സുബൈക്ക് കുനൂത്ത് ഓതിനോ? ഇല്ല. അപ്പം നമുക്ക് കുനൂത്ത് ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പം അത് കട്ട ബിദ്അത്താണ്. അപ്പം അങ്ങനെ ഓതുന്ന പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം ആരാധനയിൽ ഇത്രത്തോളം തീവ്രമായിട്ട് കുനൂത്തിൻ്റെ വിഷയത്തിലൊക്കെയുള്ള നിലപാട് തെറ്റാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുള്ളയെ പോലെയൊക്കെയുള്ള 1200, 1300 വർഷം പഴക്കമുള്ള പഴയ പണ്ഡിതന്മാർ, മുജ്തഹിദുകൾ അവരുടെ നിലപാടായിട്ട് പറഞ്ഞ ഒരു വിഷയത്തെ നമ്മൾ നിരുപാധികം ബിദ്അത്ത് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓതാൻ താല്പര്യമില്ലെങ്കിൽ ഓതണ്ട, നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് തെറ്റാണെങ്കിൽ ചെയ്യണ്ട എന്ന് വെച്ചിട്ട് അത് ബിദ്അത്താകുന്നു, അത് ചെയ്യുന്നവരൊക്കെ മുഅ്തദീങ്ങളാകുന്നു, അത് ഷാഫി ആണെങ്കിൽ ഷാഫി എന്നിടത്തേക്ക് തീവ്രവാദം പോകാൻ പാടില്ല. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ അത്രത്തോളം തീവ്രമായി പറഞ്ഞു. ആരാധനാ വിഷയങ്ങളിൽ അള്ളാഹു പറഞ്ഞതേ ചെയ്യാവൂ, മുഹമ്മദ് നബിയെ 100% അനുസരിക്കണം. ആരാധനാ വിഷയങ്ങളിൽ അവർ സമ്മതിക്കുന്നു. അങ്ങനെ
അല്ല, അതൊക്കെ മറ്റൊരു വിഷയം, ഞാനിപ്പോൾ അതിലേക്ക് വരുന്നില്ല. ഒരു ശാഖാപരമായ വിഷയമാണ്, മർമ്മമായ വിഷയത്തെ തെറ്റിപ്പോവും. ഓതിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഓതിയിട്ടുണ്ട്. സുബഹിക്ക് മാത്രമായിട്ടുള്ള ഓത്തിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച കേട്ടോ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, ഈ പിന്നെ വഴിപ്പെടുക അല്ലെങ്കിൽ അനുസരിക്കുക എന്ന് പറയുന്നത് ഇവിടെ അള്ളാഹുവിന് അനുസരിക്കുന്നത് തൗഹീദിൻ്റെ ഭാഗമാണ്. അനുസരണക്കേട് കാണിച്ചാൽ ശിർക്ക് വരും എന്നത് ഇവിടെ മൗദൂദികൾ കടത്തിക്കൂട്ടിയതാണ് എന്നൊക്കെ പറയുന്ന ചില ആരോപണങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയില്ല, നിരുപാധികം അങ്ങനെ ആരാധന അള്ളാഹുവിന് മാത്രമാണ് എന്ന് തൗഹീദിൻ്റെ ഭാഗം അല്ല. ആരാധനാപരമായ കാര്യങ്ങളിൽ, പൂജാ സംബന്ധിയായ നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലെയുള്ള പൂജാ സംബന്ധിയായ കാര്യങ്ങളിൽ ആണ് അള്ളാഹുവിന് മാത്രം അനുസരണ എന്ന് പറയുന്നത്. അതല്ലാത്ത കാര്യങ്ങളിലെല്ലാം നമുക്ക് സ്വന്തമായിട്ട് നിയമം നിർമ്മിക്കാം എന്ന് ഇവർ പറയും. അവിടെ നമുക്ക് പറയാനുള്ളത് അത് ശരിയല്ല. എല്ലാ കാര്യങ്ങളിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ തന്നെ കാണാം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക, നിങ്ങളുടെ വിധികർത്തൃത്വം അംഗീകരിക്കുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നത് വരെ അവർ മുസ്ലിമീങ്ങളാകുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു ശേഷം അള്ളാഹു പറഞ്ഞതെന്താ, ഫീമാ ഷജറ ബൈനഹും, അല്ലേ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ഷജറ ബൈനഹും സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. എന്താ ഈ ഫീമാ ഷജറ ബൈനഹും എന്ന് പറയുന്നത്? അവരുടെ ഇടയിൽ ഉണ്ടായിത്തീരുന്ന എല്ലാ പ്രശ്നങ്ങളിലും. ഷജറ എന്ന് പറഞ്ഞാൽ എന്താ? പ്രശ്നം ഉണ്ടാവുക എന്നാ, കൊമ്പ് കോർക്കുക. നമ്മൾ ഈ മരം, അല്ലേ, ഈ മരത്തിന് ഷജറ എന്ന് പറയാൻ കാരണം എന്താ? അതിൻ്റെ കൊമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവും? കോർക്കും. അഥവാ തർക്കമുണ്ടാവും, മനുഷ്യന്മാരുടെ എന്തുണ്ടാവും? പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടെയാണ് അധികം ഉണ്ടാവൽ? സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലുമാണ്, മുആമലാത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവൽ, അല്ലേ? അപ്പം നിങ്ങളുടെ ഇടയിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ഇടയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും പ്രവാചകൻ്റെ വിധി അംഗീകരിക്കുന്നിടത്ത് എത്തുമ്പോഴേ അവർ മുസ്ലിമീങ്ങളാവൂ. അതിനെങ്ങനെ നിസ്കാരത്തിലേക്കും നോമ്പിലേക്കും നമ്മൾ ചുരുക്കിക്കൊണ്ടുവരാം? മാത്രമല്ല ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം തന്നെ പറയുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ ആയത്ത് അവതരിക്കുന്നത് മദീനയിൽ 2 സഹാബികളുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായി. ഒന്ന് സുബൈർ ഇബ്നുൽ അവ്വാം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരി പുത്രൻ, അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ മകളായ സൈനബ് എന്നവരുടെ മകനായ സുബൈർ ഇബ്നുൽ അവ്വാം, റസൂലുള്ളാഹിൻ്റെ പിതാവിൻ്റെ സഹോദരി, അല്ലേ? അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. അതുപോലെ മദീനക്കാരനായിരുന്ന ഒരു അൻസാരിയായ സഹാബി, അദ്ദേഹത്തിൻ്റെ പേര് ഹദീസിലൊന്നും വന്നിട്ടില്ല. 2 പേരും മദീനയിൽ ഒരു സ്ഥലത്ത്, തൊട്ടടുത്ത സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നു. നമ്മൾ വയലെന്നൊക്കെ പറയില്ലേ, കൃഷി ഉണ്ടാക്കുന്നത്. അപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വയലിൻ്റെ കുറച്ച് താഴെയാണ് അൻസാരിയുടെ വയലുള്ളത്. അപ്പോൾ ജലസേചനം നടത്തുമ്പോൾ, വെള്ളം തിരിച്ചു വിടുമ്പം ആദ്യം സുബൈർ റളിയല്ലാഹു അൻഹു തൻ്റെ വയലിൽ വെള്ളം നിറക്കും. അത് കഴിഞ്ഞിട്ടേ താഴോട്ടേക്ക് എന്ത് ചെയ്യുള്ളൂ? വെള്ളം ഒഴുക്കി വിടുള്ളൂ. ഇത് സഹോദരനായ അൻസാരി സഹാബിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പരാതിയുമായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്തിൽ വന്നു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അതിൽ മദ്യം പറയണമല്ലോ, സുബൈറിനോട് പറഞ്ഞു, സുബൈർ, നിങ്ങളുടെ വയൽ അത്യാവശ്യം നനഞ്ഞു കഴിഞ്ഞാൽ, വെള്ളമായി കഴിഞ്ഞാൽ, പിന്നെ വരമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, കുറച്ച് പൊന്തിക്കുന്ന വരമ്പിൻ്റെ അടുത്തേക്ക് ഫില്ലാവുന്നത് വരെ കാത്തിരിക്കണ്ട. അത്യാവശ്യം ചെടികൾക്ക് നനവ് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടാൽ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യണം? താഴോട്ടേക്ക് ഒഴുക്കി വിടണം എന്ന് സുബൈറിനോട് പറഞ്ഞു. ഈ സഹാബി ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നു? സഹാബി ഉദ്ദേശിച്ചത് ആദ്യം ഞാൻ നനക്കണം, ഞാനല്ല അടിഭാഗത്തുള്ളത്, എൻ്റെ നനവ് കഴിഞ്ഞിട്ട് മതി ആര് നനക്കൽ? സുബൈർ നനക്ക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഈ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ട് റസൂലുള്ള വിധി പറഞ്ഞു, ഒരു മധ്യമമായ വിധി. വരമ്പ് ഫുള്ളാക്കണ്ട, എന്നാൽ ആദ്യം നിങ്ങൾ ചെയ്തോളൂ, അല്ലേ? ഒരു മധ്യമായ വിധിയല്ലേ പറയാം. അത് പക്ഷേ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം ഉടനെ പ്രതികരിച്ചു, അങ്കാന ഇബ്ന അമ്മത്തിക്ക, അങ്കാന ഇബ്ന അമ്മത്തി, നിങ്ങളുടെ അമ്മായിൻ്റെ മോനാന്ന് കരുതിക്കാം. റസൂലുള്ളാഹിൻ്റെ അമ്മായിയുടെ മോനാണ് ആര്? സുബൈർ. ഞാൻ പറഞ്ഞല്ലോ, പിതാവിൻ്റെ സഹോദരിയുടെ മകൻ. അങ്കാന ഇബ്ന അമ്മത്തി, നിങ്ങൾ അമ്മായിൻ്റെ മോനാന്ന് കരുതിയിട്ടാണ് ആദ്യം മൂപ്പർക്ക് അനുകൂലമായ വിധി പറഞ്ഞത്.
എന്ന് ചോദിച്ചപ്പോൾ തലവ്വന വജുഹു റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം നിറം മാറി ദേഷ്യം പിടിച്ചിട്ട്. അങ്ങനെ സുബൈറിനോട് തിരുത്തി പറഞ്ഞു വിധി, ഇഹ്ബിസിൽ മാഅ ഹത്താ യർജിഅ ഇലൽ ജദർ എന്ന് പറഞ്ഞു. വെള്ളം അവിടെ പിടിച്ചു വെക്കണം, വെള്ളം തീരെ താഴോട്ട് എന്ത് ചെയ്യണ്ട, അയച്ചു വിടണ്ട, വരമ്പ് ഫുള്ളാകുന്നത് വരെ. നേരത്തെ അത്ര പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ വരമ്പ് ഫുള്ളാകുന്നത് വരെ വെള്ളം എന്ത് ചെയ്യരുത്, അയച്ചു വിടരുത് എന്ന കടുപ്പം കൂടിയ നിയമം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിപ്പിച്ചു ആര്, ഇദ്ദേഹം. ഈ അവസ്ഥയിൽ ഇറങ്ങിയിട്ടുള്ള ആയത്ത് ആണ് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഇത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. വമാ അഹ്സിബു അന്ന ഹാദിഹിൽ ആയത ഇല്ലാ നസലത് ഫിയ. ഈ ആയത്ത് എൻ്റെ ഈ പ്രശ്നത്തിൽ അവതരിപ്പിച്ചതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. അപ്പോൾ ഇതൊരു കാർഷിക വിഷയമാണ് അല്ലേ? അപ്പോൾ കാർഷിക വിഷയമായിക്കോട്ടെ, അടുക്കളയിലെ വിഷയമായിക്കോട്ടെ, പ്രവാചകന് അവിടെ ഒരു വിധി ഉണ്ടോ അത് നിങ്ങൾ അനുസരിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊന്നുമല്ല. പ്രവാചകന് അവിടെ ഒരു വിധി ഇല്ലെങ്കിലോ, പ്രവാചകന് ഒരു വിധിയില്ല, അള്ളാഹുവിനൊരു വിധിയില്ല അടുക്കള കാര്യത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യത്തിൽ ഒരു വിധിയില്ല. ഇല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇല്ലെങ്കിൽ നമ്മുടെ മസ്ലഹത്ത് എന്താണ് അതിനനുസരിച്ച് വിധിക്കണം അല്ലേ? അതും അള്ളാൻ്റെ വിധിയാണ് അല്ലേ? ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ എന്നല്ല പറഞ്ഞിട്ടില്ലേ? ലാ ലററ വലാ ളിറാറ. ഇങ്ങനെയുള്ള പൊതുവായ കർമ്മശാസ്ത്ര നിയമാവലികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വിധിക്കാം. പക്ഷെ ആ വിധിയും അപ്പം ആരുടെ വിധിയാണ്? ആരുടെ വിധിയാണ്? അള്ളാഹുവിൻ്റെ വിധിയാണ്. കാരണം അള്ളാഹ് പറഞ്ഞാണ് നിങ്ങൾ പരസ്പരം ദ്രോഹിക്കരുത്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഇങ്ങനെ തുടങ്ങിയുള്ള പൊതുവായ നിയമങ്ങൾ ആര് വെച്ചിട്ടുള്ളതാണ്? അള്ളാഹു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിധികൾ മുഴുവനും അള്ളാഹുവിനുള്ളതാണ്. ഒന്നുകിൽ പ്രത്യേകം സ്പെസിഫൈഡ് വിധി ഉണ്ടാകും, അപ്പോൾ അതിനെ തന്നെ അനുസരിക്കണം. അങ്ങനെ വിധി ഇല്ലെങ്കിൽ പൊതുവായ നിയമാവലിയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? ചർച്ച ചെയ്തു വരും. അതിനാണ് പാർലമെൻറ്റ് കൂടുന്നത്. അല്ല, പാർലമെൻറ്റ് കൂടുന്നത് അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാനല്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം ഇല്ലാത്തടത്ത് നമ്മൾ സ്വയേഷ്ടപ്രകാരം നിയമം ഉണ്ടാക്കാനല്ല. പിന്നെന്തിനാണ്? അള്ളാഹുവിൻ്റെ നിയമാവലികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാനാണ് ഏത് അംറുഹും ഷൂറ ബൈനഹും എന്ന് പറഞ്ഞത്. മജ്ലിസു ഷൂറ എന്ന് പറയുന്ന അതാ. അല്ലാതെ അള്ളാഹ് ഒന്ന് പറഞ്ഞു ഇനി നമ്മൾ വേറെ തീരുമാനിക്കുക, അല്ലെങ്കിൽ നമ്മൾ അയൽവാസികൾക്കും എതിരാളികൾക്കും നാട്ടുകാർക്കും മറ്റുള്ളവർക്കുമൊക്കെ ഇടങ്ങേറും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന വേറൊരു തീരുമാനം നമ്മളെടുക്കുക, അതൊന്നും പറ്റൂല. തിരിയുണ്ടോ? അപ്പോൾ അനുസരണ എന്ന് പറയുന്നത് എല്ലാം അള്ളാഹുവിന് ഉള്ളതാണ്. അത് പൂജാ സംബന്ധിയായ വിഷയങ്ങളിലും അള്ളാഹുവിനുള്ളതാണ്, മറ്റു പൊതുവായിട്ടുള്ള കാര്യങ്ങളിലും അള്ളാഹുവിന് ഉള്ളതാണ്. ഇത്രയും മനസ്സിലായോ? ഇനി ഒരു പടിയും കൂടി നമ്മൾ കയറി പറയുകയാണെങ്കിൽ ആരാധന അല്ലെങ്കിൽ പൂജാ സംബന്ധിയായ കാര്യങ്ങളിൽ അള്ളാഹുവിന് അനുസരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രയാസമുള്ള സംഗതിയല്ല. നിസ്കാരം, നോമ്പ്. നിസ്കാരം നമുക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട് അല്ലേ? മുസ്ലിങ്ങളല്ലാത്തവർക്കുണ്ട് നിസ്കാരം. നോമ്പ്, നമുക്ക് നോമ്പുണ്ട്, മറ്റുള്ളവർക്ക് നോമ്പില്ലേ? ഹജ്ജ്, നമ്മൾ ഹജ്ജിന് പോകുന്നു പ്രത്യേക വേഷം ധരിച്ചുകൊണ്ട്, ഒരു തുണിയും ഒരു മുണ്ടും മാത്രം എടുത്തുകൊണ്ട് നമ്മൾ എയർപോർട്ടിലൂടെ നടക്കും. അതേസമയത്ത് അങ്ങാടി കൂടെ തുണിയും മുണ്ടും എടുത്ത് നടന്നാൽ എല്ലാവരും പരിഹസിക്കും അല്ലേ? അങ്ങനത്തെ നമ്മൾ വലിയ വലിയ എയർപോർട്ടുകളിൽ ഒരു മുണ്ടും ഒരു തോർത്തും മറ്റും മാത്രം എടുത്തിട്ട് ഹജ്ജിന് പോകുന്നു. നമുക്ക് യാതൊരു ചമ്മലുമില്ല അല്ലേ? നമ്മുടെ എതിരാളികൾക്കും ഒരു വിഷമം ഒരു ഉറപ്പുമില്ല. ഓൽക്കറിയാം ഓല് മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്ന. കാരണം എന്താ? ഇത് എല്ലാ വിഭാഗത്തിലുണ്ട്. ശബരിമലക്ക് പോകുന്ന ഹിന്ദുക്കളില്ലേ, കറുപ്പെടുത്ത് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഇറിറ്റേഷൻ ആർക്കും ഉണ്ടാകുന്നില്ല. കാരണം അതൊക്കെ പൂജയാണ്, എല്ലാ മതങ്ങളിലുണ്ട് പൂജ. അപ്പോൾ ഇത് ചെയ്യാനൊരു പ്രത്യേക ഇടങ്ങേറില്ല. ആചാരങ്ങൾ, ചടങ്ങുകൾ അല്ലേ? ഒരാൾ മരിച്ചാൽ, പ്രത്യേകിച്ച് ഇവിടെയുള്ള ഒരു വിഭാഗം ആളുകൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരൊക്കെ മരിച്ചാൽ മൂന്നാമത്തെ ദിവസം ഒരു ചടങ്ങുണ്ടാവും അല്ലേ? ഇനിയിപ്പോൾ പെരുന്നാൾക്ക് നെയ്ച്ചോറൊക്കാൻ വകുപ്പില്ലാത്തവനാണെങ്കിലും വാപ്പ മരിച്ചാൽ മൂന്നിൻ്റെ അന്ന് എന്ത് ചെയ്യും? പോത്തിറച്ചും തേങ്ങാച്ചോറും വെക്കും. അത് ഓട്ടോമാറ്റിക്കലി വെച്ചു പോകും.
എങ്ങനെങ്കിലും അതിന് പൈസ ഉണ്ടാക്കും. ചടങ്ങാണത്. അതൊരു പ്രത്യേക തക്ലീഫായിട്ട് കാണൂല. കാരണം ചെയ്തില്ലെങ്കിൽ ചീത്തപ്പേരാണ് അല്ലേ. ഞാൻ ഇപ്പോൾ പാവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ കുറച്ചൊക്കെ ഇതിനോട് വിരോധം വെറുപ്പൊക്കെ ഉണ്ട്. മുജാഹിദും ജമാഅത്തൊക്കെ പറഞ്ഞാണ് ശരി എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ വാപ്പ മരിച്ചിട്ട് 3 കഴിക്കാത്തവനാണ് നിന്നെ പറ്റി ആൾക്കാർ പറയില്ലേ. അപ്പോൾ ആ ചീത്തപ്പേരില്ലാതെക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു 3 കഴിക്കും. അത് ചടങ്ങാണ്. അതുപോലത്തെ ചടങ്ങ് ഹിന്ദുക്കൾക്കും ഉണ്ടാവും, ക്രിസ്ത്യാനികൾക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ചടങ്ങുകൾ ഇങ്ങനെ പൈസ ഇല്ലെങ്കിലും ആരോഗ്യം ഇല്ലെങ്കിലും ഒഴിവില്ലെങ്കിലും നമ്മൾ ചെയ്യും. പ്രത്യേകം നമ്മളോട് തക്ലീഫാക്കിയിട്ട് കൽപ്പിക്കേണ്ട ആവശ്യമില്ല. ചെയ്യരുതെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യും. ഇതാണ് പൂജകളുടെ സ്വഭാവം. അത് എല്ലാ മതത്തിലുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആർക്കും വലിയ ബേജാറും ഭീഷണിയൊന്നുമില്ല എന്നല്ല. നമ്മളോട് സഹകരിക്കും മറ്റുള്ളവർ. നമ്മളിപ്പോൾ നിസ്കരിക്കാൻ സമയം കിട്ടും, പിന്നെ സൗകര്യം ഇല്ലാഞ്ഞാൽ ഒരു യാത്രൻ്റെ ഇടയിൽ ഒരു ഹിന്ദു സഹോദരൻ്റെ വീട്ടിൽ കയറിയാൽ സൗകര്യം തരൂലേ. ഒരു പായ ഞാൻ നിസ്കരിക്കട്ടെ, അല്ല നിങ്ങളെൻ്റെ റൂമിൽ വീട്ടിൻ്റെ ഉള്ളിൽ ബെഡ്റൂമിൽ കയറി നിസ്കരിച്ചോളൂ എന്ന് പറയും. എത്ര ഫോട്ടോകൾ കാണണ്ടേ നമ്മളില്ലേ. ഹിന്ദു സഹോദരൻ വീട്ടിൽ നിസ്കരിക്കാൻ സൗകര്യം കൊടുത്തു. നമ്മൾ റമദാൻ മാസം നോമ്പെടുക്കുമ്പോൾ നമ്മുടെ കൂടെ നോമ്പെടുക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇല്ലേ, നോമ്പ് തുറക്കാൻ വരൂലേ. കാരണം അവർക്കിതൊരു പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ നോമ്പ് ഞങ്ങൾ സഹകരിക്കാം, ഞങ്ങൾക്കുണ്ട് നോമ്പ്, നിങ്ങൾ നോമ്പെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, ഞങ്ങൾ സഹകരിക്കാം. ഇത് പൊതുവായ മുസ്ലിം റിച്വൽസ് വർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇനി ഖുറാഫാത്തിൻ്റെ വർഷിപ്പ് എടുത്ത് നോക്കി നിങ്ങൾ. മാലയും മൗലൂദും പൊട്ടിപ്പാട്ടും പായസവും മുട്ടായും അത് അതിനേക്കാൾ ഉഷാറാണ് അല്ലേ. ഓല് നന്നായി പാടട്ടെ എന്നാണ് പറയാം. നിങ്ങൾ പാടി ഉറങ്ങണം. നിങ്ങൾ പള്ളി തന്നെ കുത്തിർന്ന് പാടിക്കോളി. നല്ല ചണ്ടയും കോൽക്കളിയും ഹാർമോണിയും ഒക്കെ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് പ്രവാചകനെ കുറിച്ച് പാടി. മൗലൂദ് നല്ല നീട്ടി ഓതി, നേരം വെളുക്കുന്നവരെ ഓതി. നിങ്ങൾ ഓതിട്ടിങ്ങനെ കടന്നുറങ്ങണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെന്നാണ് ആരെ ഭാവം? ഇവിടുത്തെ അധികാരികളുടെ ഭാവം. നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് അല്ലേ. നിങ്ങൾ മാർക്കറ്റിൽ വരരുത്, നിങ്ങൾ പാർലമെൻറ്റിൽ വരരുത്, നിങ്ങൾ പൊതു ജീവിതത്തിൽ ഇടപെടരുത്, നിങ്ങൾ പള്ളി കുത്തിറന്നാൽ മതി അല്ലേ. അതുകൊണ്ടാണ് സൂഫി ഇസ്ലാമിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. സൂഫി ഇസ്ലാമിൽ എന്തില്ല? ഇസ്ലാമിക പ്രായോഗികവൽക്കരണം ഇല്ല. പാട്ടേ ഉള്ളൂ, മ്യൂസിക്കേ ഉള്ളൂ. മ്യൂസിക് നമ്മളുടെ ഇടയിലും കയറുന്നുണ്ട്. ഇതൊക്കെ മറ്റുള്ളവരുടെ സമ്മതത്തോടു കൂടി നമുക്ക് ചെയ്യാം. ഞങ്ങൾ മൗലൂദിയൊക്കെ ഉണ്ട്, സമ്മേളനമുണ്ട്. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? ബിരിയാണി വെക്കാനുള്ള ചെമ്പി നമ്മളെ വക തരാം, ഓലും ഇങ്ങോട്ട് തരും അല്ലേ. എല്ലാ സഹകരണവും അതിനൊക്കെ കിട്ടും. കാരണം അതൊന്നും അവരുടെ സാമ്രാജ്യങ്ങളെ ബാധിക്കുന്നില്ല. ഉണ്ടോ? അവരുടെ പലിശ കൊട്ടാരത്തെയോ വേശ്യാലയങ്ങളെയോ അവരുടെ സാമൂഹിക വ്യവസ്ഥകളെയോ അവരുടെ ഭരണകൂട സംവിധാനങ്ങളെയോ ഒരിക്കലും ബാധിക്കുന്നില്ല. സൂഫികൾ പാടട്ടെ. സൂഫി സമ്മേളനത്തിന് പ്രധാനമന്ത്രി വരെ പങ്കെടുത്തു അല്ലേ. അപ്പോൾ പൂജാ സംബന്ധിയായ വിഷയങ്ങളിൽ അള്ളാഹുവിന് വഴിപ്പെടുന്നത് ഒരു പ്രയാസമുള്ള കാര്യം അല്ല. നമ്പർ 1, അത് സ്വയം മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് ഏത് മനുഷ്യനും ചെയ്യും. രണ്ടാമത്തത്, അത് എതിരാളികളെ പ്രകോപിപ്പിക്കുന്നില്ല. മൂന്നാമത്തത്, അത് മറ്റുള്ള മതക്കാർക്കുമുണ്ട്. അതിൽ ഞമ്മക്കായിട്ടൊരു പ്രത്യേക വേർതിരിവുണ്ട്. നമ്മളെ നിസ്കാരം ഓരോ നിസ്കാരം ഒരുപോലെയല്ല, വേർതിരിവുണ്ട്. പക്ഷെ ഒരു പ്രത്യേക വേർതിരിവില്ല. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട വലിയ ആളുകൾ, അഭ്യസ്തവിദ്യരെന്നൊക്കെ പറയുന്ന ഹൈ ലെവൽ ആളുകൾ, IAS-കാരോ അല്ലെങ്കിൽ വലിയ പോലീസ് ഓഫീസർമാരോ പട്ടാളക്കാരോ ഒക്കെ മുസ്ലിങ്ങളുണ്ടാവില്ലേ, ഒരു നിസ്കരിക്കൂലേ. IAS-കാർ പള്ളിയിൽ വരൂലേ, ജുമാക്ക് നിസ്കരിക്കാൻ വരും, സുബൈക്ക് നിസ്കരിക്കാൻ വരും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ. സുബൈക്ക് നമ്മളെപ്പോലത്തെ മതവിദ്യാർത്ഥികളായ ആളുകൾ 2ാം സഫിലാണെങ്കിൽ അവർ 1ാം സഫിലുണ്ടാവും ചിലപ്പോൾ അല്ലേ. നോമ്പിന് നോമ്പെടുക്കും, തിങ്കളാഴ്ച നോമ്പെടുക്കും, വ്യാഴാഴ്ച നോമ്പെടുക്കും, നോമ്പ് തുറയിൽ പങ്കെടുക്കും, തുറപ്പിക്കും ഇല്ലേ, ഉണ്ട്. ഇനി സ്ത്രീകൾ നോക്കേണ്ടി, നല്ല എഡ്യൂക്കേറ്റഡുള്ള സ്ത്രീകൾ, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അവർ ക്യാമ്പസിലുള്ള പള്ളിയിൽ പോയിട്ട് ലോർ നിസ്കരിക്കും, അസർ നിസ്കരിക്കും, ചിലപ്പോൾ നോമ്പെടുത്തിട്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഈ പൂജാ സംബന്ധിയായ കാര്യങ്ങളിൽ ഹൈ ലെവലിലുള്ള ആളുകൾ പോലും മുസ്ലിമീങ്ങൾ ഭക്തി കാണിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മാഷാ അല്ലാഹ് ഭയങ്കര മതഭക്തനാണ്, റിലീജിയസാണ്, ഓൻ വലിയ IAS ആയിട്ട് പോലും നിസ്കരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ പറയും അല്ലേ. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. എന്തുകൊണ്ടെന്നറിയോ? അത് പ്രയാസമുള്ള സംഗതിയല്ല. അതൊക്കെ ഒരു മതത്തിൻ്റെ ഒരു റിച്വൽസാണ്. ഹിന്ദു ചെയ്യണ്ടല്ലോ അത്. ഹിന്ദുക്കളില്ലേ, IAS ഓഫീസർമാരായിട്ടുള്ള ഹിന്ദുക്കളില്ലേ, അവരുടെ മതത്തിൻ്റെ ചടങ്ങുകളായിട്ട് പോകുന്നവരുണ്ട്. അതുപോലെയാണത് എന്നൊരു ഭാവം അവർക്കുണ്ട്. എന്താ അതിൻ്റെ തെളിവ്? അതിൻ്റെ തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഇതേ IAS ഓഫീസർ
സെയിം IAS ഓഫീസർ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു വട്ടെങ്കിലും ക്ലീൻ ഷേവ് ചെയ്യുന്ന ആളായിരിക്കും. ക്ലീൻ ഷേവ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? താടി വടിക്കാൻ. ഒരു താടി വെക്കാൻ അയാൾക്ക് കഴിയോ? താടി വെക്കുകയാണെങ്കിൽ തന്നെ മനുഷ്യന്മാർ കാണുന്ന രീതി വെക്കാൻ കഴിയോ? ടോർച്ചടിച്ച് നോക്കേണ്ടി വരും പറ്റിപ്പിടിച്ചതാണോ അല്ലേന്ന്. എന്തുകൊണ്ട് കഴിയുന്നില്ല? അല്ല, ഈ നിസ്കരിക്കാൻ പറഞ്ഞ അതേ ആളല്ലേ താടി വെക്കാനും പറഞ്ഞ് അല്ലേ? നിസ്കരിക്കാൻ പറഞ്ഞ അതേ പ്രവാചകനാണ് താടി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ മൂപ്പർക്ക് എന്തോ ഒരു പ്രയാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായ അഭ്യാസവിദ്യയായ പിന്നെ ടീച്ചർ നിസ്കരിക്കാൻ പള്ളിയിലുണ്ട്, ഖുർആനോത്തുണ്ട്, സുന്നത്ത് നോമ്പുണ്ട്. പക്ഷേ ടീച്ചർ നിങ്ങളിപ്പോൾ നല്ല ഈ കളർഫുള്ളായിട്ടുള്ള മൊഞ്ചാക്കിയിട്ടുള്ള സാരി കൊടുത്ത് വന്നാലിപ്പോൾ ഔറത്തൊക്കെ മറിഞ്ഞതിന് ശരി തന്നെയാണ്. പക്ഷേ ഒരു നല്ലൊരു പർദ്ദട്ടൂടെ, മുഖമൊന്നും മൂടണ്ട, എന്നാലും നല്ലൊക്കെ മഫ്ത് പർദ്ദ, അത് കാടൻ വേഷം. ആൾക്കാരെന്താ പറയുക? കണ്ടോ, പർദ്ദ ഇടാൻ കഴിയുന്നില്ല, സാരിയേ ഉടുക്കുള്ളൂ. എന്തേ പ്രശ്നം? ഒരു ഇസ്ലാമിക അപ്പിയറൻസിൽ വരണം. മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കൾച്ചർ ഉൾക്കൊള്ളണം വസ്ത്രവിധാനത്തിലും. കേവലം ഔറത്ത് മറഞ്ഞാൽ മാത്രം പോരാ, സൗന്ദര്യപ്രകടനം ഉണ്ടാകാതിരിക്കണം, ശരീരത്തിൻ്റെ ഹജ്മ് കാണിക്കാതിരിക്കണം, അന്യമതസ്ഥരായ ആളുകൾ ധരിക്കുന്ന വസ്ത്രം പോലത്തെ വസ്ത്രം ധരിക്കരുത് എന്നൊക്കെ കൽപ്പന നടത്തിയതും ആരെന്നല്ലേ? പള്ളിയിൽ പോകാൻ പറഞ്ഞ അതേ നബിയല്ലേ? നോമ്പെടുക്കാൻ പറഞ്ഞ അതേ നബിയല്ലേ? പക്ഷെ അത് നിങ്ങളെടുത്തു, ഇത് നിങ്ങളെടുത്തില്ല ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഒരു ഭക്തിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിന് പറയൽ തന്നിഷ്ടം എന്നാണ്. എനിക്കിഷ്ടം, ഇതിൻ്റെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തോട് അള്ളാഹുവിൻ്റെ കൽപ്പന യോജിച്ചു വന്നു, അതിന് അള്ളാഹുവിന് വൈപ്പിടുക എന്നല്ല പറയാം, പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് വൈപ്പിട്ടു എന്നാണ് പറയാം. ഇത് മുനാഫിക്കുകളുടെ ശിർക്കായിരുന്നു. മുശ്രിക്കുകൾ, ഖുർആനിൻ്റെ സംബോധിക വർഗം 3 വിഭാഗം മുശ്രിക്കുകളായിരുന്നു അല്ലേ? ഒന്ന് അഹ്ലുൽ കിതാബ്. അഹ്ലുൽ കിതാബ് മുശ്രിക്കല്ലേ? മുശ്രിക്കാണ്. മക്കയിലെ അറബികൾ മുശ്രിക്കുകളല്ലേ? മറ്റൊന്ന് മദീനയിലെ മുനാഫിക്കുകൾ, ഒരു മുശ്രിക്കുകളാണ്. 3 വിഭാഗം മുശ്രിക്കുകളെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതിൽ മുശ്രിക്കുകൾ എന്ന വിശേഷണം അല്ല കൊടുത്തത് ആർക്ക് മാത്രമാണ്? അറബികൾക്ക് മാത്രമാണ്. അറബികൾക്ക് മാത്രമാണ് മുശ്രിക്കുകൾ എന്ന വിശേഷണം അല്ല കൊടുത്തത്. അഹ്ലുൽ കിതാബിനെ പറ്റി മുശ്രിക്കുകൾ എന്ന് പറഞ്ഞിട്ടില്ല, മുനാഫിക്കുകളെ പറ്റിയും പറഞ്ഞില്ല. പക്ഷെ അവരൊക്കെ മുശ്രിക്കുകളാണ്. എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് അവരുടെ ചില നിലപാടുകളെ പരിഗണിച്ചുകൊണ്ട്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരായിരുന്നു. ആര്? ജൂതനും നസ്രാനിയും മുനാഫിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരായിരുന്നു. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ആദർശം. അപ്പോൾ ഓരും അംഗീകരിക്കുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പരിഗണിച്ചിട്ട് ഓരെപ്പറ്റി മുശ്രിക്കുകൾ എന്ന് അശറക യുശ്രിക്കു എന്ന മാളിയോ മുലാരിയായോ ഫീലോ മുശ്രിക്കൂൻ എന്ന ഇസ്മു ഫായിലോ പ്രയോഗിച്ചിട്ടില്ല. അത് എവിടെ മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ? മക്ക മുശ്രിക്കുകളിലെ പ്രയോഗിച്ചിട്ടുള്ളൂ. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൂട്ടാക്കിയില്ല. തിരിഞ്ഞോ? അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ ഇപ്പോൾ പറഞ്ഞത്? പൂജാ സംബന്ധിയായ അനുസരണ എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു താടി വെക്കാൻ പറയുമ്പം ബുദ്ധിമുട്ട്. ഒരു പുരുഷനായ പണ്ഡിതനാണെങ്കിൽ അവനോട് തലപ്പാവ് ധരിക്കൂ, നിങ്ങൾ പണ്ഡിതനല്ലേ, കണ്ടാൽ ആളുകൾ അറിയണ്ടേ, വെള്ളവസ്ത്രം ധരിക്കൂ, ബുദ്ധിമുട്ട്, പർദ്ദ ധരിക്കൂ, ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ജിഹാദ് ചെയ്യൂ, ബുദ്ധിമുട്ട്, തിന്മ തടയൂ, ബുദ്ധിമുട്ട്, അമ്റും ബിൽ മാറൂഫ് അത് വേണ്ട, നമ്മൾ നന്നായാൽ മതി, മറ്റുള്ളവരോട് നമ്മൾ ഉപദേശിക്കാൻ പോകരുത്, ഒക്കെ ഒരു ഭീകരവാദമാണ് അല്ലേ? ഇത് പൂജാ സംബന്ധിയല്ലാത്ത കാര്യങ്ങളിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഏരിയയാണ്. അതുകൊണ്ടാണ് അത്തരം മേഖലകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും അള്ളാഹു പറയുന്നത് നിങ്ങൾ ലോലഹൃദയരായി പോകരുത്. വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്തു നൂറിൻ്റെ 1-ാമത്തെ സൂക്തത്തിൽ കാണാം, അസാനിയത്തു വസാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. പിന്നെന്താ പറഞ്ഞത്? വലാ തഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. ഇത് എൻ്റെ നിയമമാണ്, വ്യഭിചരിച്ചവനെ അടിക്കണം എന്നത് എൻ്റെ 100 അടി അടിക്കണം. അപ്പം നിങ്ങൾക്ക് ലോലതയുണ്ടാകും ഹൃദയത്തിൽ, പാടില്ല. വലാ തഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. അത് അനുസരിക്കണം. നിങ്ങളുടെ ഹൃദയം എന്തായി പോകാൻ പാടില്ല? പതറിപ്പോകാൻ പാടില്ല, സിമ്പതി വരാൻ പാടില്ല. വൽ യശ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. മാത്രം പോരാ, അടിച്ചാൽ മാത്രം പോരാ, ആ അടി കാണാൻ വേണ്ടി ഗ്രൗണ്ടിൽ ആളുകൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൂടണം.
നിങ്ങളെ മനസ്സിലുള്ള ആ സിമ്പതി അങ്ങോട്ട് പോട്ടെ, ഉണ്ടോ? അപ്പോൾ ഇത് ഒരു ക്രിമിനൽ നിയമമാണല്ലേ. അപ്പോൾ ഈ ക്രിമിനൽ നിയമത്തിൽ നിങ്ങൾ വഴിപ്പെടണമെന്നല്ല പറയുന്നത്. അത് വഴിപ്പെടുന്നിടത്ത് നിങ്ങൾക്ക് വമ്പിച്ച പ്രതിസന്ധി ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. പക്ഷെ അവിടെ നിങ്ങൾ വഴിപ്പെടണമെന്ന് അള്ളാഹു തആല ഈ രീതിയിൽ ശഠിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. തിരിയുണ്ടോ പറയുന്നത്? അപ്പോൾ ഇത് കേവലം ആരാധനാ സംബന്ധിയായ വിഷയങ്ങളിൽ മാത്രമാണ് എന്ന് പറഞ്ഞു ഒതുക്കുന്നത് തൗഹീദിൻ്റെ ആത്മാവ് എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട് ആണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ പറയാനുള്ളത്? പിന്നെ നമ്മൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കി, നമ്മൾ മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് കുറേ രാഷ്ട്രങ്ങളെ പരിചയപ്പെടുത്തും. പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പേരൊക്കെ പറയുമ്പോഴാണ് ഷൈത്താനു ഫി തഫ്സീൽ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തഫ്സീൽ ഞാൻ പറയുന്നില്ല. മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് പറയുന്ന രാഷ്ട്രം, ഒരു രാഷ്ട്രം എപ്പോഴാണ് മുസ്ലിം ആവുക? ഈ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, ഇഷ്ടമില്ലാത്തതിന് മാറ്റി വെക്കുക, അത് മുസ്ലിമല്ല. ശരിയാണ്, കുറേ നിയമങ്ങൾ, ഇസ്ലാമികമായ നിയമങ്ങളുണ്ട് അല്ലേ? നിസ്കാരമുണ്ട്, പള്ളി ഉണ്ടാക്കാനുള്ള സമ്മതമുണ്ട്, നോമ്പെടുക്കാനുള്ള സമ്മതമുണ്ട്, അതുപോലെ ഇസ്ലാമിക രീതിയിലുള്ള വൈവാഹിക ബന്ധമുണ്ട്, വിവാഹമോചനമുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ കട്ടവൻ്റെ കൈമുറിക്കലുണ്ടോ? വ്യഭിചരിച്ചവൻ ഇങ്ങനെയാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം, അങ്ങനെയാണെങ്കിൽ 100 അടി അടിക്കണം, മുർത്തദ്ദിൻ്റെ ഗളച്ഛേദനം നടത്തണം, അങ്ങനെയുള്ള കുറേ സംഗതികളില്ലേ? വ്യഭിചാര ആരോപണം നടത്തിയവനെ 80 അടി അടിക്കണം, അങ്ങനെ കുറേ സംഗതികളില്ലേ? ഇത് പലതും അവിടെ ഇല്ല. എന്നാലും നമ്മൾ പറയും ഇസ്ലാമിക രാഷ്ട്രം. എന്നാൽ എന്തെങ്ങൾക്ക് പിന്നെ ജൂതന്മാരെ പറ്റിയും പറഞ്ഞു വിടിരുന്നത്? ജൂതന്മാർ ഒരുപാട് സംഗതി അള്ളാഹു പറഞ്ഞതുപോലെയാണല്ലോ ചെയ്തത്. കുറേ സംഗതിയിൽ അവർ വിലങ്ങി നിന്നു. ഓലെപ്പറ്റി നിങ്ങൾ ഇസ്ലാമിക സമൂഹം എന്ന് പറയാത്ത എന്താ? മുനാഫിക്കുകൾ ഒട്ടുമിക്ക സംഗതിയിലും മുസ്ലിമീങ്ങളെ പോലെ ആയിരുന്നു. ചില സംഗതികളിൽ മാറി നിന്നു. ഓലെപ്പറ്റി നിങ്ങളെന്താ മുസ്ലിങ്ങൾ എന്ന് പറയാത്തത്, ഇസ്ലാമിക സമൂഹം എന്ന് പറയാത്തത്? അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് എന്തും ചെയ്യാം അല്ലേ? എൻ്റെ പേര് മുസ്ലിമാണ്, അതുകൊണ്ട് ഞാൻ കള്ള് കുടിച്ചാൽ ഇസ്ലാമിക കള്ളുകുടി. എൻ്റെ പേര് മുസ്ലിമാണ്, ഞാൻ വ്യഭിചരിച്ചാൽ ഇസ്ലാമിക വ്യഭിചാരം. അങ്ങനെ ഒരു ആനുകൂല്യം നമ്മുടെ ആളുകൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താ മുനാഫിക്കുകളോട് മാത്രമേ വിരോധം? ജൂതന്മാരോട് മാത്രമേ വിരോധമുണ്ടോ? ജൂതന്മാർ ചെയ്യുന്ന അതേ പണി നമ്മൾ ചെയ്ത നമ്മളുടെ ഹുക്കും അവരുടെ ഹുക്കുമല്ലേ? മുനാഫിക്കുകൾ ചെയ്തിരുന്ന അതേ പണിയല്ലേ ഇത്? സൂറത്തു നൂറിൽ നോക്കി നിങ്ങൾ 49 വൈയക്കുല്ലഹുമുൽ ഹഖു യഅതു ഇലൈഹി മുദ്ഇനീൻ അല്ലേ? അതിൻ്റെ മുന്നത്തായത്തെ ഓർമ്മയിൽ വരുന്നില്ല. ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, സൂറത്തുൽ നൂറിൻ്റെ 48-ാമത്തെ സൂറത്ത് നോക്കി മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും, സൂറത്തു നൂറിൻ്റെ 48, അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ ഫൈദാ ഫരീഖും മിൻഹും മുഅ്രിളൂൻ, അവരിൽ ഒരു വിഭാഗം ആളുകൾ മുഖം തിരിഞ്ഞു പോകും. ഫൈദാ ഫരീഖും മിൻഹും മുഅ്രിളൂൻ വഇൻ യകുല്ലഹുമുൽ ഹഖു യഅതു ഇലൈഹി മുദ്ഇനീൻ. ഉണ്ടോ? എന്താ പറഞ്ഞു അർത്ഥം? ഓർക്ക് ലാഭമുണ്ട് എന്ന് കണ്ടാൽ, മുഹമ്മദ് നബി ഇപ്പോൾ പറയുന്ന ആ കൽപ്പനയിൽ നമുക്ക് ലാഭമുണ്ട്. പല്ല് തേക്കാൻ പറഞ്ഞു, ആ പല്ല് തേക്കുന്നത് നല്ല കാര്യമാണ്, അപ്പുറത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, ആ പല്ലേക്കാം. സുഗന്ധം പുരട്ടാൻ പറഞ്ഞു, ആ നല്ല കാര്യമാണ്, ഞാൻ സുഗന്ധം പുരട്ടാം. അങ്ങനെ വയ്യക്കുൻ ലഹുമുൽ ഹഖു, അവർക്ക് വല്ല ആനുകൂല്യങ്ങളും വല്ല ലാഭവും വല്ല സമ്പത്തും വല്ല ആരോഗ്യവും ഉണ്ടോ? യഅതു ഇലൈഹി മുദ്ഇനീൻ, അവർ വളരെ താഴ്മയോടുകൂടി അനുസരിക്കും. ഇതാര സ്വഭാവമാണ്? മുനാഫിക്കിൻ്റെ സ്വഭാവം. നമുക്ക് നഷ്ടമാണ്. ഏത്? കട്ടവൻ്റെ കൈ മുറിക്കണം, അത് കഴിയൂല. അത് കാടൻ നിയമം എന്ന് പറയും. സ്ത്രീകൾ പർദ്ദ ധരിക്കണം, ശരീരം മുഴുവൻ മറക്കണം, കാടൻ നിയമമാണ്, പറ്റൂല, ഇപ്പോൾ പറ്റൂല, വേറെ കൗലുണ്ട്. ഈ രീതിയിൽ പറയുന്ന സ്വഭാവം മുനാഫിക്കിൻ്റെതാണ്. അതുകൊണ്ട് അവർ മുശ്രിക്കിൻ്റെ പട്ടികയിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം മനസ്സിലാക്കാത്തവരോ മനസ്സിലാക്കിയിട്ടും ഉൾക്കൊള്ളാത്തവരോ ആണ്. തിരിയുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട വിഷയം ആകുന്നു ഈ അനുസരണ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അല്ലാത്തത് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുന്നു, ഫ്രാൻസിൽ നിന്ന് ഇറക്കുന്നു, ബ്രിട്ടനിൽ നിന്ന് ഇറക്കുന്നു എന്ന രീതിയിൽ ഭരണം നടത്തുന്ന ഭരണകൂടങ്ങളെക്കുറിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്നത് തീർത്തും അനീതിയാണ്.
എന്താകുന്നു? അനീതിയാകുന്നു. നിശ്ചയം ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഏതെങ്കിലും രാഷ്ട്രങ്ങളെപ്പറ്റി മോശമായിട്ട് പറയാനല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇസ്ലാമിൻ്റെ രീതിയാണ് പറയുന്നത്. ഇനി വ്യക്തികളാവട്ടെ, സ്ഥാപനമാവട്ടെ, സംഘടനയാവട്ടെ, എല്ലായിടത്തും ഇത് ബാധക. ഇസ്ലാമികം എന്ന ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ സമ്പൂർണ്ണമായിട്ടും ജീവിതം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെടുത്തണം എന്ന ശാഠ്യം വേണം. പ്രവാചകനെ അനുഗമിക്കാനുള്ളതാണ്, ബോർഡുമേൽ എഴുതിയിട്ട് തൂക്കിയിടാനുള്ളതല്ല. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ, അനുസരിക്കപ്പെടാനുള്ളതാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴേ അനുസരണം ഉണ്ടാവുകയുള്ളൂ. മറ്റത് അവനവൻ്റെ ഇഷ്ടമാണ്. ഷെയ്ഖ് അഹമ്മദ് ഷാക്കിർ, ലോകപ്രസിദ്ധനായ സലഫി പണ്ഡിതനാണ് അദ്ദേഹം. ഈജിപ്തുകാരനാണ്. ഇമാം അഹമ്മദ് റഹിമഹുല്ലയുടെ മുസ്നദ് ആദ്യമായിട്ട് തഹ്ഖീഖ് ചെയ്ത ആളാണ്. മുഹദ്ദിസാണ്, ഫഖീഹാണ്. അദ്ദേഹം ഉംദത്തു തഫ്സീറിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു കിതാബാണ് ഉംദത്തു തഫ്സീർ. ഇബ്നു കസീറിൻ്റെ തഫ്സീറിനെ അദ്ദേഹം ചുരുക്കി എഴുതിയതാണ് ഉംദത്തു തഫ്സീർ. അതിൽ സൂറത്തുൽ മാഇദയുടെ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിലാണ് എൻ്റെ ഓർമ്മ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നത്തെ, ഇത് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കേണ്ട, സലഫി പണ്ഡിതന്മാർ പറയാം, ഇന്നത്തെ കുറേ രാഷ്ട്രങ്ങളുണ്ട്. തുസമ്മ അദ്വലുൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന പേരാണത് അതിനുള്ളത്. അതിൽ കുറേ നിയമങ്ങൾ ഇസ്ലാമിക നിയമം ആണ്, വേറെ കുറേ നിയമങ്ങൾ അമേരിക്കയുടെ നിയമം ആണ്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമത്തിന് വഴിപ്പെടുന്നത് പോലും അള്ളാഹുവിനെ അനുസരിക്കുക എന്ന നിലക്കല്ല, പിന്നെ ഓൽക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അനുസരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതും ശിർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസരിക്കുന്നത് പോലും ശിർക്കൻ രീതിയിലാണ് ഇവരനുസരിക്കുന്നത്, തൗഹീദിൻ്റെ രീതിയിലല്ല. പിന്നെ എങ്ങനെയാണ് അതിന് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയാൻ എന്ന് ചോദിക്കുന്നത് ആരാണ്? ഞാനല്ല, അഹമ്മദ് ഷാക്കിറാണ്. അദ്ദേഹം ആ ചോദിക്കുന്നതിന് സമ്പൂർണ്ണ ഖുർആനി പിന്തുണയുണ്ട്. കാരണം ഖുർആൻ പറയുന്നത് മുനാഫിക്കുള്ള സ്വഭാവമാണ് ഇത്. വൈയക്കുല്ലഹുമുൽ ഹഖു യഅ്തു ഇലൈഹി മുദ്ഇനീൻ. ഓൽക്ക് ലാഭം ഉണ്ടെങ്കിൽ ഓലനുസരിക്കും, ഓൽക്ക് ലാഭമില്ലെങ്കിൽ ഓരനുസരിക്കൂല. ഇത് നിസ്കാരത്തിൻ്റെ വിഷയത്തിലല്ല. കാരണം നിസ്കാരം ആർക്കുണ്ട്? മുനാഫിക്കിനുണ്ട്. നോമ്പ് മുനാഫിക്കിനുണ്ട്. അതിലല്ല ഇപ്പോൾ ഈ വിഷയം പറയുന്നത്, മറ്റുള്ള കാര്യങ്ങളിലാണ്. അതാണ് ഈ അനുസരണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി